പ്രിയപ്പെട്ടവരെ, വളരെ പുണ്യമുള്ള, ഏറെ ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ് ദുഹാ നിസ്കാരം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരോട് വസിയ്യത്തായി പറഞ്ഞ നിസ്കാരമാണത്. 2 സ്വഹാബിമാർ ഉദ്ധരിക്കുന്ന ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഒന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസലാസിൻ. 3 കാര്യങ്ങൾ എൻ്റെ ഖലീൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വസിയ്യത്തായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നെന്താണ്? ബിസിയാമി സലാസതി അയ്യാമി മിൻ കുല്ലി ശഹർ. എല്ലാ മാസവും 3 ദിവസം നോമ്പെടുക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതാണ്. അത് ഏത് ദിവസവും ആകാം. അയ്യാമുൽ ബീദിന്റെ ദിവസമാണെങ്കിൽ അത് ഏറ്റവും നല്ലത് ഒരു മാസത്തിലെ 13, 14, 15 ആണെങ്കിൽ. രണ്ടാമത് നബി കൊടുത്ത വസിയത്ത് അതാണ്. ദുഹാ നിസ്കാരം അത് നിലനിർത്തണം. ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നമസ്കരിക്കണമെന്നും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് വസിയത്ത് പറഞ്ഞു. അപ്പൊ ഇത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ടാണ്. രണ്ടാമത്തെ ഒരു ഹദീസ് അബൂദർദ റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു വസിയത്ത് നബി ഒരു സ്വഹാബിക്ക് മാത്രമല്ല കൊടുത്തത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൊടുത്തിട്ടുണ്ട്, അബൂദർദ റളിയല്ലാഹു അൻഹുവിനും കൊടുത്തിട്ടുണ്ട്. അബൂദർദ റളിയല്ലാഹു അൻഹു പറയാണ്, ഔസാനി ഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസലാസിൻ. 3 കാര്യങ്ങൾ നബി എന്നോട് വസിയത്തായിട്ട് പറഞ്ഞു. ആ ഹദീസിൽ കാണാം, അത് ഞാൻ മരിക്കുന്നത് വരെ ഒഴിവാക്കുകയില്ല, ഒഴിവാക്കിയിട്ടില്ല എന്ന പ്രയോഗങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവിടെയും പറഞ്ഞത് ഈ 3 കാര്യങ്ങളാണ്. മാസത്തിൽ 3 ദിവസം നോമ്പെടുക്കുക, വസ്വലാത്തി ദുഹാ, ദുഹാ നിസ്കാരം നിർവഹിക്കുക, ബി അല്ലാ അനാമ ഹത്താ ഊതിറ, വിത്ർ നിസ്കരിക്കാതെ ഉറങ്ങാതിരിക്കുക എന്നല്ല. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ദുഹാ നിസ്കാരം എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നമ്മൾ നേരം വെളുക്കുന്ന ഓരോ ദിവസവും ഓരോ സന്ധിക്കും സ്വതക്കയുണ്ട്, ഓരോ സന്ധിയുടെ മേലും സ്വതക്കയുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഒരാൾ ചൊല്ലുന്ന തക്ബീർ അത് സ്വതക്കയാൻ, ഒരാൾ ചൊല്ലുന്ന തസ്ബീഹ് അത് സ്വതക്കയാൻ, ഒരാൾ ചൊല്ലുന്ന തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അത് സ്വതക്കയാൻ. വഅംറുൻ ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുക എന്നത് സ്വതക്കയാൻ. വനഹിയുൻ അനിൽ മുൻകർ സ്വതക്ക, തിന്മ വിരോധിക്കുക എന്നത് സ്വതക്കയാൻ. എന്നിട്ട് ആ ഹദീസിന്റെ അവസാനത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വയുജ്സിഉ മിൻ ദാലിക റകഅതാനി യർകഉഹുമാ മിനദ് ദുഹാ. ആരെങ്കിലും ദുഹാ നിസ്കരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ആ 2 റക്അത്ത് മദീനാൻ. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ 2 റക്അത്ത് കൊണ്ട് ഒരാൾക്ക് കിട്ടും എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, ഇത് എത്ര വിലപ്പെട്ട 2 റക്അത്താണ്. നമ്മുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു 2 റക്അത്ത് ഉണ്ടോ? അതൊരു ശീലമായിട്ട് നമ്മൾ കൊണ്ട് നടക്കാറുണ്ടോ? നമുക്ക് പല തിരക്കുകൾ ഉണ്ടാകും, ജോലി തിരക്കുണ്ടാകും, ഓഫീസിൽ പണി ഉണ്ടാകും, നമ്മൾ ശമ്പളക്കാരാണ്, എല്ലാ ദിവസവും ഓരോ സ്ഥലത്തേക്ക് പോകേണ്ടി വരും, കുടുംബത്തിന്റെ കച്ചവടത്തിന്റെ എല്ലാ തിരക്കുകളും ഉണ്ടാകും. അതിൻ്റെ ഇടയിൽ ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിയുക എന്നത് ചെറിയ കാര്യമല്ല. അത് ഓർമ്മ വരണമെങ്കിൽ അതിന് അള്ളാഹുവിന്റെ തൗഫീക്ക് വേണം, അള്ളാഹുവിന്റെ സഹായം വേണം. നമ്മൾ പറയും നമ്മൾ മറന്നുപോയി എന്നാണ്. അള്ളാഹു നമുക്ക് അതിനുള്ള അവസരം തന്നിട്ടില്ല. അപ്പൊ ആ അവസരം നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് ചോദിക്കണം. തിരക്കുകൾക്കിടയിൽ, നമ്മുടെ പഠനത്തിനിടക്ക്, നമ്മുടെ ജോലി തിരക്കുകൾക്കിടയിൽ ആ 2 റക്അത്ത് നിർവഹിക്കുവാൻ നമുക്ക് കഴിയണം. മാത്രല്ല, ദുഹാ നിസ്കാരത്തെ പറ്റിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വലാത്തുൽ അവ്വാബീൻ എന്നാണ്. സ്വലാത്തുൽ അവ്വാബീൻ. അവ്വാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖേദിച്ച് മടങ്ങുക, അല്ലെങ്കിൽ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നൊക്കെയാണ്. ഇപ്പൊ ദാവൂദ് നബിയെ പറ്റിയിട്ടും സുലൈമാൻ നബിയൊക്കെ പറ്റിയിട്ട് പറയുന്ന ആയത്തുകളിൽ ഖുർആൻ നമുക്ക് കാണാം, ഇന്നഹു അവ്വാബ്. ദാവൂദ് നബിയെ പറ്റിയിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സുലൈമാൻ നബിയെ പറ്റിയിട്ടും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇന്നഹു അവ്വാബ്, അവർ നല്ല അടിമകളായിരുന്നു, അവർ അള്ളാഹുവിനെ അനുസരിക്കുന്നവരായിരുന്നു, ഏതൊരു കാര്യത്തിലും അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരായിരുന്നു. അപ്പൊ അങ്ങനെ അവ്വാബുകളായ, ഖേദിച്ച് മടങ്ങുന്നവരായ, അള്ളാഹുവിനെ അനുസരിക്കുന്ന മനുഷ്യന്മാരുടെ ഗുണമായിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാത്തു ദുഹയെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ആ 2 റക്അത്ത് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അത് എന്നും നിർവഹിക്കുന്നവർ അത് നിർവഹിച്ച് പോരുക. അത് ഇതുവരെ തുടങ്ങാത്തവർ എന്ത് ചെയ്യുക? അത് തുടങ്ങുമെന്ന ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയണം. ഇൻഷാ അല്ലാഹ് ദുഹാ നിസ്കാരത്തിന് പ്രധാനപ്പെട്ട കുറച്ച് മസലകൾ നമുക്ക് തന്നെ പറഞ്ഞു പോകാം. ഒന്ന്, ദുഹാ നിസ്കാരത്തിന്റെ സമയമാണ്. എപ്പോഴാണ് ദുഹാ നിസ്കാരത്തിന്റെ സമയം ആരംഭിക്കുക?
സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞിട്ട്. അഹ്സൻതും. സൂര്യൻ ഉദിച്ച് ഹദീസിൽ വന്ന പ്രയോഗം കീദ റുംഹിൻ, ഒരു കുന്തത്തിന്റെ അത്ര ഉയരുക എന്നാണ് കാണുന്ന ഒരാളുടെ കാഴ്ചയിൽ. അപ്പൊ അതിന് ഏകദേശം ഒരു 12 മിനിറ്റ് ഒക്കെയാണ് വേണ്ടി വരിക. എന്നാൽ ഒരു സൂക്ഷ്മത എന്നുള്ള നിലക്ക് പണ്ഡിതന്മാർ അതൊരു റുബഉ സഅ, ഒരു 1/4 മണിക്കൂർ അല്ലെങ്കിൽ 15 മിനിറ്റ് 20 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സൂര്യൻ ഉദിച്ചതിന് ശേഷം ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞ് 15 മിനിറ്റോ 20 മിനിറ്റോ കഴിയുമ്പോഴാണ് ദുഹാ നിസ്കാരത്തിന്റെ സമയം ആരംഭിക്കുന്നത്. അപ്പൊ അതിനിടയിലുള്ള സമയം എന്ന് പറഞ്ഞാൽ നിസ്കാരം വിലക്കപ്പെട്ട സമയമാണ്. ഇപ്പോൾ ഫജ്ർ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ കാരണങ്ങളില്ലാതെ എന്ത് ചെയ്യാൻ പറ്റൂല, ഒരാൾക്ക് ഈ സൂര്യൻ ഉദിച്ച് കുന്തത്തിന്റെ അത്ര ഉയരുന്ന വരെ നിസ്കരിക്കാൻ പാടില്ല എന്നാണ്. നിരുപാധികമുള്ള സുന്നത്തുകൾ ഒരാൾക്ക് ഏത് സമയത്തും നിസ്കരിക്കാലോ, എന്നാൽ ഈ സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല, നിരുപാധികമുള്ള നിസ്കാരങ്ങൾ പാടില്ല. കാരണം ഉണ്ടെങ്കിൽ പറ്റും. ആ സമയത്താണ് ഒരാൾ പള്ളിക്ക് കയറി വന്നത്, അപ്പൊ അവിടെ പള്ളിയിലേക്ക് കയറി എന്നുള്ളത് ഒരു കാരണമാണ്. അപ്പൊ അയാൾക്ക് തഹിയ്യത്ത് നിസ്കരിക്കാം, അവിടെ കാരണമുണ്ട്. അല്ലെങ്കിൽ ഒരാൾ ഫജ്റിന് മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല, പള്ളിക്ക് എത്തിയപ്പോൾ ജമാഅത്ത് തുടങ്ങിയിട്ടുണ്ട്, നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല, അയാൾക്ക് എന്ത് ചെയ്യാം, ആ ഫജ്റിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം വീട്ടിൽ നിർവഹിക്കാം, ഇവിടെ കാരണമുണ്ട്. എന്നാൽ കാരണങ്ങളില്ലാതെ നിസ്കാരം ആ സമയത്ത് നിർവഹിക്കാൻ പറ്റൂല. നിസ്കാരം വിലക്കപ്പെട്ട കുറച്ച് സമയങ്ങളുണ്ട്, ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിയെ സൂചിപ്പിക്കാം. കാരണം യസ്ജുദു ലഹൽ കുഫാർ, അതാണ് നബി അതിന് പറഞ്ഞൊരു കാരണം. ആ സമയത്ത് സൂര്യനെ ആരാധിക്കുന്ന മനുഷ്യന്മാര് സൂര്യന് സുജൂദ് ചെയ്യുന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്, അവരോട് സാദൃശ്യപ്പെടാൻ പാടില്ല. നിരുപാധികളുള്ള നിസ്കാരങ്ങൾ ആ സമയത്ത് ഒഴിവാക്കണം എന്നുള്ളതാണ്. കാരണമില്ലാത്ത നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാൾക്ക്, നമ്മളിപ്പോ തക്ബീർ അല്ലല്ലോ, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് എന്നൊക്കെ തക്ബീർ അല്ലു. ഒരാൾക്ക് ഏത് സമയത്ത് ഖുർആൻ ഓതാലോ, അതുപോലെ എന്ത് ചെയ്യാം, ഒരാൾക്ക് ഏത് സമയത്തും നിസ്കരിക്കാം. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, അയാൾക്ക് ഇപ്പൊ നിസ്കരിക്കണം തോന്നി, ഇപ്പോൾ മഗ്രിബിന്റെ ഇശാന്റെ ഇടയിലുള്ള സമയം അയാൾക്ക് നിസ്കരിക്കണം തോന്നി, അയാൾക്ക് നിസ്കരിക്കാം. അതെന്താ, നിരുപാധികളുള്ള സുന്നത്ത് നിസ്കാരം, വെറുതെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം, അങ്ങനെ നിസ്കരിക്കാം. അത് ഏത് സമയത്ത് പറ്റൂല, ഈ വിലക്കപ്പെട്ട സമയങ്ങളിൽ പറ്റൂല. എന്നാൽ കാരണമുള്ള നിസ്കാരങ്ങളാണെങ്കിൽ അത് വിലക്കപ്പെട്ട സമയത്തും പറ്റും. ഇപ്പൊ പള്ളിയിലേക്ക് കയറുക എന്നുള്ളത് തഹിയ്യത്ത് നിസ്കരിക്കാനുള്ള ഒരു കാരണമാണ്. അപ്പൊ അതാണ് വിഷയം. അപ്പൊ ഇതാണ് ദുഹാ നിസ്കാരത്തിന്റെ ആദ്യ സമയം. സൂര്യൻ ഉദിച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ അതിന്റെ ആദ്യ സമയം ആരംഭിക്കുകയാണ്. അപ്പൊ ഒരു 6:30 സൂര്യൻ ഉദിക്കുന്നതെങ്കിൽ 6:45 ആയാൽ ദുഹാ നിസ്കാരത്തിന്റെ സമയമായി. ആദ്യ സമയം അവിടെ തുടങ്ങുകയാണ്. ഇനി അവസാന സമയോ ളുഹറിന്റെ 20 മിനിറ്റ് മുമ്പ്. ളുഹറിന്റെ 20 മിനിറ്റ് മുമ്പ് എന്ന് പറഞ്ഞവരുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറഞ്ഞത് ളുഹറിന്റെ തൊട്ട് മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പ് വരെ എന്തുണ്ട്, ദുഹാ നിസ്കരിക്കാനുള്ള സമയമുണ്ട് എന്നതാണ്. ആ ളുഹറിന് മുമ്പുള്ള ആ തൊട്ട് മുമ്പുള്ള 10 മിനിറ്റ് സമയം ഏതാണ്, വിലക്കപ്പെട്ട സമയങ്ങളിലാണ് പെടുക. വിലക്കപ്പെട്ട സമയങ്ങൾ 3 എണ്ണാണ്. ഒന്ന് ഫജ്ർ മുതൽ സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ അത്ര ഉയരുന്ന വരെയുള്ള സമയം, അതാണ് ഒന്നാമത്തെ സമയം. അവിടെ നിരുപാധികളുള്ള നിസ്കാരങ്ങൾ പറ്റൂല, കാരണമില്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരാൾ നിസ്കരിക്കാൻ പാടില്ല. രണ്ടാമത്തെ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഈ ളുഹറിന്റെ തൊട്ടുമുമ്പുള്ള സമയം, സൂര്യൻ മധ്യത്തിൽ എത്തുന്ന ആ ഒരു സമയം, ആ മധ്യത്തിൽ നിന്ന് തെറ്റുന്ന വരെയുള്ള സമയം എന്ത് ചെയ്യാൻ പാടില്ല, നിരുപാധികളുള്ള നിസ്കാരങ്ങൾ പറ്റൂല. അപ്പൊ ളുഹർ ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു 10 മിനിറ്റ് സമയം എന്ത് ചെയ്യാൻ പാടില്ല, നിരുപാധികളുള്ള നിസ്കാരങ്ങൾ പാടില്ല. മൂന്നാമത്തെ ഒരു സമയം എന്ന് പറഞ്ഞാൽ അസറിന് ശേഷം, അസർ നിസ്കാരം കഴിഞ്ഞിട്ട് സൂര്യൻ അസ്തമിക്കുന്നത് വരെ, അതുവരെ എന്താ പറ്റൂല, നിരുപാധികമുള്ള നിസ്കാരങ്ങൾ പറ്റൂല. ഇത് 3 നിസ്കാരം വിലക്കപ്പെട്ട സമയങ്ങൾ. അത് ഏത് നിസ്കാരം, നിരുപാധികമുള്ള നിസ്കാരങ്ങൾ. അപ്പൊ അവസാന സമയം എന്ന് പറഞ്ഞാൽ ദുഹറിന്റെ 10 മിനിറ്റ് മുമ്പ് വരെയാണ്. അപ്പൊ വിശാലമായൊരു സമയം എന്തിനുണ്ട്, ദുഹാ നിസ്കാരത്തിനുണ്ട്. സൂര്യൻ ഉദിച്ച് 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് കഴിഞ്ഞാൽ അതിന്റെ ആദ്യ സമയം തുടങ്ങുന്നു. സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുക, ദുഹർ ബാങ്ക് കൊടുക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് വരെ ഏത് നിസ്കാരത്തിന് സമയമുണ്ട്, ദുഹാ നിസ്കാരത്തിന് സമയമുണ്ട്. അപ്പൊ ഇതിനിടയിൽ ഒരാൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം, ദുഹാ നിസ്കാരം നിർവഹിക്കാം എന്നതാണ്. ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം ഏതാണ്? അപ്പൊ ഇതുവരെ സമയമുണ്ട് നമ്മൾ പറഞ്ഞു, ഇതിനിടയിൽ ഏത് സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും അഫ്ദൽ, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. 11:30 ശേഷം. ഓക്കെ, അതായത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വലാത്തുൽ അവ്വാബീൻ ഹീന തർമദുൽ ഫിസാൽ. അവ്വാബിൻ നിസ്കാരം, അവ്വാബീനായ ആളുകളുടെ നിസ്കാരം അഥവാ ദുഹാ നിസ്കാരം, അത് തർമദുൽ ഫിസാൽ. ഫിസാൽ എന്ന് പറഞ്ഞാൽ ഒട്ടകക്കുട്ടികളാണ്. ഒട്ടകക്കുട്ടികൾക്കാണ് ഫിസാൽ എന്ന് പറയുക. ഫസീൽ അതിന്റെ ജംആണ്, ബഹുവചനമാണ് ഫിസാൽ. ഈ തർമദുൽ ഫിസാൽ എന്ന് പറഞ്ഞാൽ സൂര്യന്റെ ചൂടൊക്കെ ഇങ്ങനെ കൂടിയിട്ട് മരുഭൂമിയിൽ മണ്ണൊക്കെ ചൂടാകിയിട്ട് ഈ ഒട്ടകുട്ടികൾക്ക് എന്താ നേരെ നിൽക്കാൻ കഴിയൂല, ചൂട് താങ്ങാൻ പറ്റാതെ അവരിങ്ങനെ എരിപിരി കൊള്ളുന്ന ഒരു സമയമുണ്ട്. ആ സമയമാണ് ദുഹാ നിസ്കാരത്തിന്റെ ഏറ്റവും ഉത്തമമായ സമയം. അപ്പൊ ദുഹാ നിസ്കാരം അതിന്റെ ആദ്യ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതല്ല ഏറ്റവും അഫ്ദൽ. ഏറ്റവും അഫ്ദൽ ഏതാണ്,
ചൂട് കൂടുന്ന സമയത്ത് നിർവഹിക്കലാണ്. ചൂടിന്റെ കാഠിന്യം കൂടുന്ന അനുസരിച്ച് അതിന്റെ ശ്രേഷ്ഠതയും കൂടും. അപ്പൊ ഏറ്റവും അഫ്ദലായത് നേരത്തെ ഷാഫിക്ക് പറഞ്ഞ പോലെ 11 മണി 11:30 എന്നൊക്കെ പറഞ്ഞവരുണ്ട്. എത്രത്തോളം എഴുകുന്നുവോ അത്രത്തോളം അതിന്റെ ശ്രേഷ്ഠത കൂടുകയാണ്. ചൂട് കൂടുന്നതനുസരിച്ച് എന്താകും? ആ നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത കൂടുമെന്നാണ്. അപ്പൊ ദുഹാ നിസ്കാരം അതിന്റെ ആദ്യ സമയത്ത് നിർവഹിക്കുന്ന കുറച്ച് ആൾക്കാരെ കണ്ടപ്പോ സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അമാ ലഖദ് അലിമു അന്ന സ്വലാത ഫീ ഗൈരി ഹാദിഹി സ്സാഅ അഫ്ദൽ. നിങ്ങൾക്കറിയില്ലേ, ഇതല്ലാത്തൊരു സമയത്ത് ദുഹാ നിസ്കാരം നിർവഹിക്കലാണ് ഈ സമയത്ത് നിർവഹിക്കുന്നതിനേക്കാളും നല്ലത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വലാത്തുൽ അവ്വാബീൻ ഹീന തർമദുൽ ഫിസാൽ. ഒട്ടക കുട്ടികൾ ഇങ്ങനെ ചൂടുകൊണ്ട് എരിപിരി കൊള്ളുന്ന ആ സമയമാണ് ദുഹാ നിസ്കാരത്തിന്റെ ഏറ്റവും നല്ല സമയം എന്നാണ്. അപ്പോൾ ദുഹറിന്റെ തൊട്ട് മുമ്പൊക്കെ ആയിട്ട് ഒരു 12 മണി അല്ലെങ്കിൽ 11:45 ആ സമയത്തൊക്കെ നിർവഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും അഫ്ദലായിട്ടുള്ള സമയം. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവ്വാബീൻ എന്ന പേരിൽ ഒരു പ്രത്യേക നിസ്കാരം വന്നത് ഏതാണ്? സ്വലാത്തു ദുഹയാണ്. അതല്ലാതെ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ എന്തില്ല? അവ്വാബീൻ നിസ്കാരം എന്ന പേരിൽ ഒരു നിസ്കാരം ഇല്ല. നമ്മുടെ നാട്ടിലൊക്കെ ചില ആൾക്കാർ പറയും അവ്വാബീൻ നിസ്കാരം എന്ന് പറഞ്ഞിട്ട് മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ എന്ത് ചെയ്യും? ഒരു 6 റക്അത്ത് നിസ്കരിക്കും. 6 റക്അത്ത് നിസ്കാരം അവ്വാബീൻ നിസ്കാരം എന്ന പേരിൽ നിർവഹിക്കാറുണ്ട്. അതെന്തല്ല, ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നതല്ല. ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ആ വിഷയത്തിൽ വന്ന ഹദീസ് ദഈഫാൻ. അത് ഇമാം തിർമിദി റഹിമഹുല്ലൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ ഹദീസിനെ പറ്റിയിട്ട് ഇമാം അൽബാനി റഹിമഹുല്ലൊക്കെ പറഞ്ഞത് ദഈഫൻ ജിദ്ദ, അങ്ങേയറ്റം ദുർബലാന്നാ പറഞ്ഞത്. അപ്പൊ അത് തെളിവിന് കൊള്ളാവുന്ന ഒരു ഹദീസ് അല്ല. അപ്പൊ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ അങ്ങനെ ഒരു 6 റക്അത്ത് എന്ന ഉപാധി വെച്ചിട്ടുള്ള ഒരു അവ്വാബി നിസ്കാരം എന്തില്ല? ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. ഹദീസിൽ വന്നിട്ടുള്ള അവ്വാബി നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് സ്വലാത്തു ദുഹയെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാ ഒരാൾക്ക് മഗ്രിബിൻ ലൈറ്റ് ഓഫ് ആക്കി നിസ്കരിക്കുന്നോ? അല്ലാഹു അല്ല, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നിസ്കരിക്കുമ്പോൾ വെളിച്ചം ഉണ്ടാവുക എന്നുള്ളത് എന്താണ്? ഏറ്റവും നല്ലതാണ്. ഇരുട്ടത്ത് നിസ്കരിക്കുന്നതിനേക്കാളും നല്ല എന്താണ്? വെളിച്ചത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് നിസ്കരിക്കുന്ന ഒരു നിസ്കാരത്തെ പറ്റിയിട്ട് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഒരാൾക്ക് എന്ത് ചെയ്യാം? മഗ്രിബിന്റെ ഇശാന്റെ ഇടയിൽ നിസ്കരിക്കാം, അതിനെന്തില്ല, തടസ്സമില്ല. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് വിലക്കപ്പെട്ട സമയമല്ല. ഒരാളിപ്പോ മഗ്രിബ് നിസ്കരിച്ചു, അയാൾ പള്ളിയിൽ തന്നെ ഇരിക്കുകയാണ്, അയാൾക്ക് ഖുർആൻ ഓതാം, അയാൾക്ക് ഇൽമിന്റെ സദസ്സിൽ ഇരിക്കാം, അയാൾക്ക് ദിക്റുകൾ ചൊല്ലാം. അതുപോലെ തന്നെ അയാൾക്ക് എന്തും ചെയ്യാം, ഇശാ വരെ നിസ്കരിക്കുകയും ചെയ്യാം. എന്ത് നിസ്കാരമാണ്? വെറുതെ നിസ്കാരമാണ്. റവാത്തിബ് സുന്നത്തോ അല്ലെങ്കിൽ സുന്നത്ത് മുവക്കദ എന്നുള്ള അൽക്കോ ഒന്നുമല്ല. നിരുപാധികം എന്ത് ചെയ്യാം? തക്ബീറുകൾ ചൊല്ലുന്ന പോലെ, ഖുർആൻ ഓതുന്ന പോലെ നിരുപാധികം അയാൾക്ക് എന്ത് ചെയ്യാം? നിസ്കരിക്കാൻ. നബി അങ്ങനെ നിസ്കരിച്ച് വന്നിട്ടുണ്ട്, സ്വഹാബിമാർ അങ്ങനെ നിസ്കരിച്ചതായിട്ട് വന്നിട്ടുണ്ട് ചില സമയങ്ങളിൽ. ഇപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നപ്പോൾ ഫലം യസൽ യുസല്ലി ഹത്താ സ്വല്ലൽ ഇശ, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് നബി നിസ്കാരം തുടങ്ങിയതാണ്. ഇശാ വരെ എന്ത് ചെയ്തു? അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരുന്നു എന്നാണ്. അപ്പൊ അങ്ങനെ നിസ്കരിക്കാം. എന്നാൽ അവിടെ ഒരു പ്രത്യേക എണ്ണം നിശ്ചയിക്കാൻ എന്തില്ല? തെളിവില്ല. ഒരു 6 റക്അത്ത് നിശ്ചയിച്ച് അത് സ്വലാത്തുൽ അവ്വാബീൻ ആണെന്ന് പറയാൻ തെളിവൊന്നുമില്ല. ഹദീസിൽ വന്ന സ്വലാത്തുൽ അവ്വാബീൻ എന്ന് പറഞ്ഞാൽ അത് ദുഹാ നിസ്കാരമാണ്. ഇനി ഇവിടെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ഇപ്പോൾ ഒരാള് പള്ളിയിൽ ഇൽമിന്റെ ദർസ് നടക്കുന്നുണ്ട്, ഇൽമിന്റെ ഒരു സദസ്സുണ്ട്, അയാൾക്ക് നിസ്കരിക്കണം എന്നുണ്ട്. ഏതാ ഏറ്റവും അഫ്ദൽ? ഏറ്റവും നല്ലത് എന്താ? നിസ്കരിക്കലാണോ ക്ലാസ്സിൽ പങ്കെടുക്കലാണോ? ക്ലാസ്സിൽ പങ്കെടുക്കലാണ് ഏറ്റവും അഫ്ദൽ. കാരണം ത്വലബുൽ ഇൽം, അറിവ് പഠിക്കുക എന്നുള്ളതാണ് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ളത്. കാരണം ഇൽമ് എന്നുള്ളതാണ് എന്ത്? അടിസ്ഥാനം. അറിവാണ് അടിസ്ഥാനം. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട, ഇപ്പൊ നമ്മൾ എന്താണ്? ഇബാദത്തിലാണ്. ഖുർആൻ ഓതുന്ന പോലെ നിസ്കരിക്കുന്ന പോലെ ഉള്ള ഒരു ഇബാദത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന ചിന്ത നമുക്ക് ഉണ്ടാകണം. ഇനി ആദ്യ സമയത്ത് നിസ്കരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഇഷ്റാഖിന്റെ നിസ്കാരം എന്ന് പറയും അല്ലെ? ഇഷ്റാഖ് നിസ്കാരവും ദുഹാ നിസ്കാരവും ഒന്നാണോ? ആണെന്ന അഭിപ്രായമുള്ളവർ? ആണ്. അല്ലാന്ന അഭിപ്രായമുള്ളവർ? രണ്ടഭിപ്രായം ഇല്ലാത്തവരുണ്ടല്ലോ. അപ്പോ ഇഷ്റാഖ് നിസ്കാരം തന്നെയാണ് ദുഹാ നിസ്കാരം. ഇഷ്റാഖ് നിസ്കാരം തന്നെയാണ് ദുഹാ നിസ്കാരം. ദുഹാ നിസ്കാരം അതിന്റെ ആദ്യ സമയത്ത് നിർവഹിക്കുന്നതിനാണ് എന്ത് പറയുക? സ്വലാത്തുൽ ഇഷ്റാഖ് എന്ന് പറയുക. ഷുറൂഖ് എന്ന പേരിലോ അല്ലെങ്കിൽ ഇഷ്റാഖ് എന്ന പേരിലോ ഹദീസിൽ ഒരു പ്രത്യേക നിസ്കാരം എന്ത് ചെയ്തിട്ടില്ല? വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇതാണ്, മൻ സല്ലൽ ഗദാത ഫീ ജമാഅത്തിൻ, ഒരാൾ എന്ത് ചെയ്തു? പ്രഭാത നിസ്കാരം, സുബഹി നിസ്കാരം ജമാഅത്തായിട്ട് നിർവഹിച്ചു. സുമ്മ ഖഅദ യദ്കുറുല്ലാഹ ഹത്താ തത്ലുഅ അശംസു, പിന്നെ എന്ത് ചെയ്തു? സൂര്യൻ ഉദിക്കുന്നത് വരെ അവരെന്ത് ചെയ്തു? പള്ളിയിൽ ഇരുന്നു.
സുമ്മ സല്ലാ റക്അതൈൻ, എന്നിട്ട് എന്ത് ചെയ്തു? സൂര്യൻ ഉദിച്ചതിന് ശേഷം 2 റക്അത്ത് നിസ്കരിച്ചു. കാനത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറത്തിൻ താമ്മത്തിൻ താമ്മത്തിൻ താമ്മ. അവർക്ക് എന്ത് കൂലിയുണ്ട്? ഉംറയും ഹജ്ജും ചെയ്ത കൂലിയുണ്ട്, പരിപൂർണമായ കൂലി അവർക്കുണ്ട് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ഇഷ്റാഖ് എന്നോ ഷുറൂഖ് എന്നോ പ്രത്യേകമായിട്ടുള്ള ഒരു പേര് വന്നിട്ടില്ല. ഇങ്ങനത്തെ ഒരു ശ്രേഷ്ഠത നിസ്കാരത്തിന് വന്നിട്ടുണ്ട്. ഈ ഹദീസിന്റെ വിഷയത്തിൽ ചർച്ചയുണ്ട്. കൂലി കിട്ടും. കൂലി ഒരു ദിവസം ചെയ്താൽ തന്നെ കിട്ടും. ഒറ്റ ദിവസം ചെയ്താൽ തന്നെ ആ കൂലി കിട്ടും. അതെ അതെ, അത് അള്ളാഹുവിന്റെ ഔദാര്യാണ്. അള്ളാഹുവിന് എന്തില്ല, മനുഷ്യന്മാരെ പോലെ പിശുക്കേണ്ട ആവശ്യം അള്ളാഹുവിനില്ല. അപ്പോൾ ഒരു ദിവസം ചെയ്താൽ തന്നെ എന്ത് ചെയ്യും? നമ്മുടെ റഹ്മാനായ റബ്ബ് നമുക്ക് ആ കൂലി നൽകുന്നുള്ളതാണ്. അപ്പൊ ഈ ഹദീസിന്റെ വിഷയത്തിൽ എന്തുണ്ട്? ചർച്ചയുണ്ട്. പല പണ്ഡിതന്മാരും ഹദീസ് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഷെയ്ഖ് അൽബാനി റഹിമുള്ള, ഇബ്നു ബാസ് റഹിമുള്ള ഒക്കെ ആ ഹദീസ് സ്വീകാര്യോഗ്യമാണ്, ഹസൻ എന്ന പദവിയിലേക്ക് ഉയരും, അപ്പൊ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ ആ നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ അതിന് പ്രശ്നമൊന്നുമില്ല. ഇത് ആദ്യ സമയത്തെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ദുഹാ നിസ്കാരം അതിന്റെ ആദ്യ സമയത്ത് പള്ളിയിലിരുന്ന് ഫജ്ർ നിസ്കാരവും കഴിഞ്ഞ് അള്ളാഹുവിനെ ഓർത്ത് ദിക്റുകൾ ചൊല്ലി ഖുർആൻ ഓതി സൂര്യൻ ഉദിക്കുന്നവരെ അയാൾ പള്ളിയിലിരുന്നു. എന്നിട്ട് സൂര്യൻ ഉദിച്ച് ഈ സമയമായിട്ട് എന്ത് ചെയ്തു? 2 റക്അത്ത് നിസ്കരിച്ചിട്ടാണ് അയാൾ വീട്ടിലേക്ക് അല്ലെങ്കിൽ അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പിരിഞ്ഞു പോകുന്നത്. വരുന്നുണ്ട് വരും ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹ്. അപ്പൊ ഇതാണ് ആദ്യ സമയത്ത് നിർവഹിക്കുന്നവർക്കുള്ള കൂലി. നമ്മൾ പറഞ്ഞത് ഈ സമയത്ത് നിർവഹിക്കുന്നതിനേക്കാളും നല്ലത് എപ്പോഴാണ്? ചൂട് കൂടിയ സമയത്ത് നിർവഹിക്കലാണ്. അപ്പൊ അവർക്ക് ഇതിനേക്കാളും കൂലി എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം. ആദ്യ സമയത്ത് നിർവഹിക്കുന്നവർക്ക് തന്നെ ഹജ്ജ് ഉംറയും ചെയ്ത കൂലി കിട്ടും എന്ന് ഹദീസ് അത് സ്വഹീഹ് ആണെങ്കിൽ ഇതിനേക്കാളും കൂലി എന്ത് ചെയ്യാം? ആ ചൂട് കൂടിയ സമയത്ത് നിർവഹിക്കുന്നവർക്ക് പ്രതീക്ഷിക്കാം എന്നതാണ്. നീ കൂലി സ്ത്രീകൾക്ക് കിട്ടുമോ? സ്ത്രീകൾക്ക് കിട്ടുമോ? അതെ അതെ. അതും വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല പറയുന്നത് എന്താണ്? സ്ത്രീകൾക്കും ആ കൂലി കിട്ടും. കാരണം ഒരു വിധി വന്നാൽ അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ബാധകം എന്നുള്ള നിലക്കാണ്. എന്നാൽ ഹദീസിൽ എന്ത് ചെയ്തു? പ്രത്യേകം പറഞ്ഞു, ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ട് ഇരുന്ന ആളുകൾക്കാണ് ഈ കൂലി എന്നുള്ളത്. അപ്പൊ സ്ത്രീകൾ വീട്ടിൽ നിന്ന് വെച്ചിട്ടാണ് നിർവഹിക്കുന്നത്, അപ്പൊ അവർക്ക് ആ കൂലി കിട്ടൂല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഏതായാലും ഒരു സ്ത്രീ എന്ത് ചെയ്തു? വീട്ടിൽ വെച്ച് സുബഹിസ്കരിച്ചു, എന്നിട്ട് സൂര്യൻ ഉദിക്കുന്നവരെ ഇരുന്ന് ദിക്റുകൾ ചൊല്ലി ഖുർആൻ ഓതി, എന്നിട്ട് സൂര്യൻ ഉദിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു 2 റക്അത്ത് നിസ്കരിച്ചാൽ അവരുടെ ആ പ്രവൃത്തി എന്താവൂല, ഒരിക്കലും നഷ്ടാവൂല. അള്ളാഹു അവർക്ക് വമ്പിച്ച കൂലി കൊടുക്കും. ഈ കൂലി കിട്ടോ ഇല്ല എന്നുള്ളത് വേറെ വിഷയം. എന്നാലും അവർ ചെയ്തതിന് ഒരു നഷ്ടം ചെയ്യുന്നില്ല, അവർക്ക് വരുന്നില്ല. ഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. സുഹൃതങ്ങൾ ചെയ്യുന്ന ഒരാളുടെയും സുഹൃതം ചെയ്യൂല, അള്ളാഹു പാഴാക്കി കളയുകയില്ല. അള്ളാഹു ഔദാര്യവാനാണ്. എത്ര വേണമെങ്കിലും നൽകാൻ നമ്മുടെ റബ്ബ് റെഡിയാണ്. എത്ര തന്നാലും തീരുവോ? ഇല്ല. ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും ഖാമു ഫീ സഈദിൻ വാഹിദിൻ. ലോകത്തുള്ള ഒന്നാമത്തെ മനുഷ്യൻ മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ, ഒന്നാമത്തെ ജിന്ന് മുതൽ അവസാനത്തെ ജിന്ന് വരെ ഒരു സ്ഥലത്ത് നിന്നു. എല്ലാവരും ഓരോ ആവശ്യങ്ങൾ ചോദിച്ചു. എല്ലാവർക്കും അള്ളാഹു അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്തു. അതെന്ത് ചെയ്യൂല? അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഒന്നും കുറയൂല. ഒരു സൂചി കടലിൽ മുക്കിയാൽ ആ കടലിൽ നിന്ന് എന്തെങ്കിലും കുറയോ? ഒന്നും കുറയൂല. അതുപോലെ അള്ളാഹുവിന്റെ അധികാരത്തിൽ നിന്നോ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ളതിൽ നിന്നോ ഒരു കുറവും വരൂല എന്നാണ്. അപ്പൊ നമ്മൾ എത്ര ചെയ്യുന്നോ അത്ര കൂലി അള്ളാഹു തരുന്നുള്ളതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തൊരു മസ്അല, ദുഹാ നിസ്കാരം എത്ര റക്അത്താണ്? എത്ര റക്അത്താണ് ദുഹാ നിസ്കാരം? എങ്ങനെ? ഏറ്റവും ചുരുങ്ങിയത് എത്രയാണ്? 2 റക്അത്താണ്. അല്ലെ, 2ൽ കുറവ് നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല. 2ൽ കുറവുള്ള ഒരേ ഒരു നിസ്കാരമുള്ളൂ. അതേതാണ്? രാത്രി നിസ്കാരം വിത്റാക്കുമ്പോൾ അല്ലെ 1 റക്അത്ത്. ഏറ്റവും ചുരുങ്ങിയത് രാത്രി നിസ്കാരം ഏറ്റവും ചുരുങ്ങിയത് എന്താണ്? 1 റക്അത്താണ്. അതേ 1 റക്അത്തുള്ള നിസ്കാരമുള്ളൂ. ബാക്കിയുള്ള എല്ലാ സുന്നത്ത് നിസ്കാരവും 2ഓ അതിലധികമോ ആണ്. അപ്പൊ ദുഹാ നിസ്കാരം ഏറ്റവും ചുരുങ്ങിയത് എത്രയാണ്? 2 റക്അത്താണ്. അതാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഹദീസുകളിലൊക്കെ വന്നിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസിൽ കാണാലോ, വറകഅതൈ അദ്ദുഹ. നബി എനിക്ക് വസിയത്തായിട്ട് പറഞ്ഞ എന്താണ്? 2 റക്അത്ത് ദുഹ നിസ്കരിക്കാനാണ്. അപ്പൊ അവിടെ 2 റക്അത്ത് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു എല്ലാ ദിവസവും മനുഷ്യരുടെ ഓരോ സന്ധിക്ക് എന്തുണ്ട്? സ്വതക്കയുണ്ട്. അതെങ്ങനെയാണ്?
2 റക്അത്ത് ദുഹാ നിസ്കരിച്ചാൽ ഇതിന് എല്ലാത്തിനും ഉള്ളതായി എന്നൊക്കെ പറഞ്ഞിടത്തൊക്കെ 2 റക്അത്ത് എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്താണ്. ഏറ്റവും കൂടിയതോ എത്ര വേണമെങ്കിലും. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2-ൽ കൂടുതൽ നിസ്കരിച്ചിട്ടുണ്ടോ? അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്തിൽ കൂടുതൽ ദുഹാ നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. ആയിഷ ബീവിന്റെ അടുക്കൽ വന്നിട്ട് മുആദ റഹിമഹുല്ലാഹ് അവർ ചോദിക്കുന്നുണ്ട്, കം കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി സ്വലാത്തുൽ ദുഹാ, അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹാ നിസ്കാരം എത്ര റക്അത്താണ് നിസ്കരിച്ചിരുന്നത്? അപ്പൊ ആയിഷ ബീവി പറഞ്ഞു 4 റക്അത്തിൻ വയസീദു മാ ശാഅ. എത്ര നിസ്കരിച്ചത്? 4 റക്അത്താണ്. 4 എന്ന് എത്ര അബൂബക്കറെ? 4 റക്അത്താണ് നബി നിസ്കരിച്ചത്. വയസീദു മാ ശാഅ, പിന്നെ നബി ഉദ്ദേശിക്കുന്ന അത്ര എന്ത് ചെയ്തിരുന്നു? അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അധികരിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. വേറൊരു ഹദീസിൽ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മക്ക വിജയ ദിവസം അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വീട്ടിൽ വെച്ച് സ്വല്ലാ 8 റക്അത്തിൻ സുബ്ഹത്തുൽ ദുഹാ, ദുഹാ നിസ്കാരം 8 റക്അത്ത് നിസ്കരിച്ചു എന്ന റിപ്പോർട്ടും വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു റിപ്പോർട്ടിൽ 4 റക്അത്തും പിന്നെ നബി ഉദ്ദേശിക്കുന്ന അത്രയും നിസ്കരിച്ചിരുന്നു എന്ന് കാണാം. മക്ക വിജയ ദിവസം അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 8 റക്അത്ത് നിസ്കരിച്ചിരുന്നു എന്നും കാണാം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദുഹാ നിസ്കാരത്തിന് ഒരു നിശ്ചിത എണ്ണം ആരും നിശ്ചയിച്ചിട്ടില്ല, അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയിച്ചിട്ടില്ല. അപ്പൊ ഒരാൾക്ക് എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാം? ദുഹാ നിസ്കാരം നിർവഹിക്കാം. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ഒരാൾ ദുഹാ നിസ്കാരത്തിന്റെ ആദ്യ സമയം മുതൽ അവസാന സമയം വരെ നിന്ന് നിസ്കരിച്ചു. ഒരു 40 റക്അത്ത് മൂപ്പരാണ് നിസ്കരിച്ചു. ആ 40 റക്അത്ത് എന്തായിട്ടാണ് പരിഗണിക്കുക? ദുഹാ നിസ്കാരമായിട്ട് തന്നെയാണ് പരിഗണിക്കുക. അപ്പൊ ഒരു നിശ്ചിത എണ്ണം ചെയ്തിട്ടില്ല, ആ വിഷയത്തിൽ വന്നിട്ടില്ല. ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്താണ്, ഏറ്റവും കൂടിയത് എത്ര വേണമെങ്കിലും ആകാം എന്നതാണ് അവിടെയുള്ള ശരിയായ അഭിപ്രായം. ഇനി 2-ൽ കൂടുതൽ നിസ്കരിക്കുന്നതെങ്കിൽ ഓരോ 2 റക്അത്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? സലാം വീട്ടുക. 2 റക്അത്ത് കഴിഞ്ഞിട്ട് സലാം വീട്ടാതെ ഒറ്റയാക്കിയിട്ട് ഇപ്പൊ 4 റക്അത്ത് ഒരാൾ നിസ്കരിക്കുന്നത്, അപ്പോൾ 2 റക്അത്ത് കഴിഞ്ഞിട്ട് സലാം വീട്ടാതെ എഴുന്നേറ്റ് വീണ്ടും 2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളതല്ല രൂപം. 2 റക്അത്ത് നിസ്കരിക്കുക, സലാം വീട്ടുക, പിന്നെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യുക? 2 റക്അത്ത് നിസ്കരിക്കുക, സലാം വീട്ടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വലാത്തുൽ ലൈലി വന്നഹാരി മസ്ന മസ്ന, രാത്രി നിസ്കാരവും പകലിലെ നിസ്കാരവും എന്താണ്? മസ്ന മസ്ന, ഈ രണ്ടായിട്ടാണ് നിസ്കരിക്കേണ്ടത്. ഇതാണ് ആ പറഞ്ഞതിനുള്ള തെളിവ്. ഹദീസിന്റെ വിഷയത്തിൽ ചർച്ചയുണ്ട്. ഇനി ഒരാൾ 4 റക്അത്ത് നിസ്കരിച്ചു, എങ്ങനെ? ഒറ്റ സലാമോട് കൂടി. അയാൾ 2 സലാം വിട്ടില്ല, ഇടയിൽ സലാം വിട്ട് അതെന്ത് ചെയ്തു? 4 റക്അത്ത് ഒരുമിച്ച് നിസ്കരിച്ചു. നിസ്കാരം ശരിയാണോ? നിസ്കാരം എന്താണ്? സ്വീകാര്യോഗ്യമാണ്. എന്നാൽ അവിടെ അങ്ങനെ 4ആയിട്ട് നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്ത് ചെയ്യാൻ പാടില്ല? 2 റക്അത്ത് കഴിഞ്ഞിട്ട് തശഹൂദിൽ ഇരിക്കരുത്. ദുഹറിനോട് സാദൃശ്യമുള്ള പോലെ ആകരുത് നിസ്കരിക്കേണ്ടത്. നേരത്തെ നമ്മൾ വിത്ർ പറഞ്ഞല്ലോ, വിത്ർ 3 ഒരുമിച്ച് നിസ്കരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? മഗ്രിബ് പോലെ 2ാമത്തെ റക്അത്തിൽ എന്ത് ചെയ്യരുത്? തശഹൂദിൽ ഇരിക്കാതെ നേരെ എഴുന്നേൽക്കാണ് വേണ്ടതെന്ന് പറഞ്ഞു. അതുപോലെ ദുഹാ നിസ്കാരം ഒരാൾ 4ആയിട്ടാണ് നിർവഹിക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യരുത്? 2ാമത്തെ റക്അത്തിൽ തശഹൂദിൽ ഇരിക്കാതെ നേരെ എഴുന്നേൽക്കുക. ഒറ്റ തശഹൂദേ ഉണ്ടാവുള്ളൂ അവസാനത്തിൽ, എന്നിട്ട് സലാം വിട്ടുക. ഏറ്റവും നല്ലത് ഇതാണ്, 2 റക്അത്ത് നിസ്കരിക്കുക, സലാം വിട്ടുക എന്നുള്ളതാണ് ഏറ്റവും നല്ല രൂപം, അതാണ് വേണ്ടത്. എന്നാൽ ഒരാൾ ഇങ്ങനെ നിസ്കരിക്കുകയാണെങ്കിൽ അത് അയാളുടെ നിസ്കാരത്തെ ബാധിക്കുകയില്ല. എന്നാൽ 2 റക്അത്തായിട്ട് നിസ്കരിക്കുകയാണ് വേണ്ടത്. ഇനി അടുത്തൊരു മസ്അലയാണ് നേരത്തെ ഹൈദർക്ക് ചോദിച്ച മസ്അല. ദുഹാ നിസ്കാരത്തിൽ പ്രത്യേകമായിട്ട് ഓതേണ്ട ഏതെങ്കിലും സൂറത്തുകൾ ഉണ്ടോ? ഇല്ല. ആരും പ്രത്യേകമായിട്ട് ഒരു സൂറത്ത് ഓതലില്ല. ഇപ്പൊ ചിലരൊക്കെ സ്വലാത്തു ദുഹയിൽ ദുഹാ ഓതലുണ്ട്. വദ്ദുഹാ വല്ലൈലി ഇദാ സജ എന്ന സൂറത്ത് ഓതലുണ്ട്. അതിനെന്തില്ല? പ്രത്യേകിച്ച് അടിസ്ഥാനമൊന്നുമില്ല. ദുഹാ നിസ്കാരത്തിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം? ഏത് സൂറത്ത് വേണമെങ്കിലും ഓതാം. ഖുർആനിലുള്ള ഏത് ഭാഗവും എന്ത് ചെയ്യാം? അവർക്ക് പാരായണം ചെയ്യാം. അവിടെ പ്രത്യേകമായിട്ടുള്ള ഒരു സൂറത്ത് സുന്നത്താണ് എന്ന് പറയാൻ എന്ത് വേണം? തെളിവ് വേണം. അങ്ങനെ തെളിവൊന്നും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഇങ്ങനെ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ദുഹാ നിസ്കാരം സുദീർഘമായിട്ട് നിർവഹിക്കണോ അതോ ചുരുക്കി നിർവഹിക്കണോ? എങ്ങനെ നിർവഹിക്കണം? ചുരുക്കി നിർവഹിച്ചാൽ മതി. സുദീർഘമായിട്ടല്ല, ചുരുക്കിയിട്ടാണ് നിർവഹിക്കേണ്ടത്. ഇപ്പോൾ ഉമ്മുഹാനി മക്ക വിജയ ദിവസം അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ചിട്ട് 8 റക്അത്ത് നിസ്കരിച്ചു എന്ന് പറഞ്ഞല്ലോ. അവിടെ ആ നിസ്കാരത്തെ പറ്റിയിട്ട് ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഫമാ റഅയ്തുഹു സല്ലാ സ്വലാതൻ അഖഫ മിൻഹാ, അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്ര ചുരുക്കി നിർവഹിച്ചൊരു നിസ്കാരം ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. അപ്പൊ അത്രക്കും ലഘുവായിട്ടാണ് എന്ത് ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 8 റക്അത്ത് നിസ്കരിച്ചിരുന്നതാണ്. അപ്പൊ അവിടെ നീട്ടി നിർവഹിക്കുക എന്നുള്ളതല്ല, ദുഹാ നിസ്കാരം എന്ത് ചെയ്യുക? ചുരുക്കി നിർവഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. എന്നാൽ നീട്ടി നിർവഹിക്കുക എന്നുള്ളത് ഹറാമാണോ?
പാടില്ല എന്നാണോ? അങ്ങനൊന്നുമല്ല. ഏറ്റവും നല്ലത് എന്താണ്? ചുരുക്കി നിർവഹിക്കുക എന്നതാണ്. ഇനി ഒരാൾ എന്ത് ചെയ്യാണ്? 2 റക്അത്തിൽ കൂടുതൽ ദുഹാ നിസ്കരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാൾ ആ 2 റക്അത്ത് തുടർച്ചയായിട്ട് തന്നെ നിസ്കരിക്കണം എന്നുണ്ടോ? ഇപ്പൊ നേരത്തെ നിങ്ങൾ ചോദിച്ചല്ലോ, എങ്ങനെയാണ് ഇപ്പോ ആദ്യം അവിടെ 2 റക്അത്ത് നിസ്കരിച്ചു, പിന്നെ മറ്റേ ചൂട് കൂടിയ സമയത്താണല്ലോ നിർവഹിക്കുക, അപ്പൊ അതെങ്ങനെയെന്ന് ചോദിച്ചു. അപ്പൊ തുടർച്ച വേണോ? തുടർച്ച വേണ്ടതില്ല. തുടർച്ച എന്തല്ല? ഒരു നിബന്ധനയല്ല, നിർബന്ധമല്ല. ഒരാൾ 4 റക്അത്ത് ദുഹാ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മൂപ്പർ എന്ത് ചെയ്തു? ആദ്യ സമയത്ത് എന്ത് ചെയ്തു? മൂപ്പർ പള്ളിയിൽ വന്നിരുന്നു, ജമാഅത്തൊക്കെ കഴിഞ്ഞ് കുറെ നേരം ദിക്റൊക്കെ ചൊല്ലി സൂര്യൻ ഉദിക്കുന്നവരെ ഇരുന്നു. സൂര്യൻ ഉദിച്ച് സമയമായപ്പോൾ എന്ത് ചെയ്തു? 2 റക്അത്ത് നിസ്കരിച്ചു. പിന്നെ വീട്ടിലേക്ക് പോയി. ഒരു 11:30-12 മണിയായപ്പോൾ മൂപ്പർക്ക് വീണ്ടും തോന്നുകയാണ് എന്ത്? ഒരു 2 റക്അത്തും കൂടി ദുഹാ നിസ്കരിക്കാം. അപ്പൊ നേരത്തെ 2 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്, തുടർച്ച ഇല്ല. അയാൾക്കും എന്ത് ചെയ്യാം? നിസ്കരിക്കാം. അതിലെന്തില്ല? തടസ്സമില്ല. അപ്പൊ 2 റക്അത്ത് നിസ്കരിക്കാം. അതിലെന്തില്ല? തുടർച്ച വേണമെന്ന നിർബന്ധമില്ല. ഒരാൾ 7:30-ക്ക് 2 റക്അത്ത് ദുഹാ നിസ്കരിച്ചു. പിന്നെ ഒരു 10 മണിയായപ്പോൾ മൂപ്പർക്ക് തോന്നുന്നു 2 റക്അത്ത് കൂടി നിസ്കരിക്കാം. 12 മണിക്ക് വേണം ഒന്നുകൂടി നിസ്കരിക്കാം. അങ്ങനെയൊക്കെ നിസ്കരിക്കാം. എത്ര വേണമെങ്കിലും നിസ്കരിക്കാം. അവിടെ തുടർച്ച വേണമെന്ന നിബന്ധന ഇല്ല. നമ്മൾ പറഞ്ഞല്ലോ, സുന്നത്ത് നിസ്കാരങ്ങൾ മുഴുവൻ എന്താണ്? വീട്ടിൽ വെച്ച് നിർവഹിക്കുന്നതാണ് ഏറ്റവും അഫ്ദൽ. പള്ളി പ്രത്യേകമായിട്ട് വരാത്ത, ഇപ്പൊ ജമാഅത്ത് നിസ്കാരങ്ങൾ, തറാവീഹ് അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകമായിട്ട് ജമാഅത്ത് ശറഅ ആക്കിയിട്ടില്ലാത്ത നിസ്കാരങ്ങൾ വീട്ടിൽ വെച്ചിട്ട് നിർവഹിക്കലാണ് ഏറ്റവും അഫ്ദൽ. ദുഹാ നിസ്കാരവും ആ പരിധിയിലാണ് വരിക. എന്നാൽ ദുഹാ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ചെറിയൊരു സൂചന വരുന്ന ഒരു ഹദീസ് വന്നിട്ടുണ്ട്, പള്ളിയിലേക്ക് പുറപ്പെടുക എന്നുള്ള നിലക്ക്. എന്നാൽ അവിടെ പള്ളിയിൽ വെച്ച് നിർവഹിക്കലാണ് ഏറ്റവും അഫ്ദൽ എന്ന് പറയാൻ വ്യക്തമായ തെളിവെന്തില്ല, ആ ഹദീസിൽ കാണുന്നില്ല. ശൈഖുമാരുടെ ഒക്കെ ഫത്വയിലും കാണുന്നത് ദുഹാ നിസ്കാരം നോക്കിയപ്പോൾ കണ്ടത് കേട്ടോ, നോക്കിയിടത്തോളം കണ്ടത് ദുഹാ നിസ്കാരം വീട്ടിൽ വെച്ചിട്ട് തന്നെ നിർവഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും അഫ്ദൽ എന്നുള്ളതാണ്. എന്നാൽ ഒരു ഹദീസിൽ ഇങ്ങനത്തെ ഒരു സൂചന വന്നിട്ടുണ്ട്. അല്ലാഹു അലം. അതെ അതെ അതെ, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നമ്മൾ രാത്രി നിസ്കാരത്തിനുള്ള ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അവിടെ എന്ത് ചെയ്താൽ മതി? ഒറ്റയാക്കാതെ എന്ത് ചെയ്താൽ മതി? ഇരട്ടയാക്കിയിട്ട് നിസ്കരിക്കണം വേണ്ടത്. നമ്മളെ കഴിഞ്ഞ ക്ലാസ്സുകൾ എന്ത് ചെയ്യും? നമുക്ക് യൂട്യൂബിൽ കിട്ടും. നമ്മളെ ചാനലിൽ കഴിഞ്ഞ ക്ലാസ്സുകൾ ഉണ്ട്. അത് അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വിശദമായിട്ട് കേൾക്കാൻ പറ്റും. 2 എന്ത് ചെയ്യാം? നിർവഹിക്കാണ് വേണ്ടത്. ഇനി അടുത്തൊരു മസ്അല, യാത്രയിൽ ദുഹാ നിസ്കാരം നിർവഹിക്കണോ വേണ്ടേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? വേണ്ട, വേണമെന്നുള്ള അഭിപ്രായം ആർക്കില്ല. ഓക്കെ, നമ്മൾ യാത്രയിൽ സുന്നത്ത് നിസ്കാരം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ശരിക്കും വേർതിരിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യാത്രയിൽ റവാത്തിബ് സുന്നത്തുകൾ ഒഴിവാക്കലാണ് എന്ത്? സുന്നത്ത്. അല്ലാത്ത സുന്നത്തുകൾ, എല്ലാ സുന്നത്ത് യാത്രയിൽ വേണ്ടെന്നല്ല. റവാത്തിബ് സുന്നത്തുകൾ യാത്രയിൽ ഒഴിവാക്കുക എന്നതാണ് സുന്നത്ത്. ഏത് റാത്തിബത്ത് ഒഴികെ? ഫജറിന് മുമ്പുള്ള 2 റക്അത്ത് അത് നബി യാത്രയിൽ നിർവഹിച്ചിട്ടുണ്ട്, അല്ലാത്ത സമയത്തും നിർവഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിത്ർ നിസ്കാരവും നബി യാത്രയിൽ നിർവഹിച്ചിട്ടുണ്ട്, അല്ലാത്ത സമയത്തും നിർവഹിച്ചിട്ടുണ്ട്. എന്നാൽ ദുഹറിന് മുമ്പുള്ള 4 റക്അത്ത് റവാത്തിബ് അത് നബി യാത്രക്കാരനാണെങ്കിൽ എന്ത് ചെയ്യും? ഒഴിവാക്കും. ദുഹറിന് ശേഷമുള്ള 2 റക്അത്ത് റവാത്തിബ് അതെന്ത് ചെയ്യും? യാത്രക്കാരനാണെങ്കിൽ ഒഴിവാക്കും. മഗ്രിബിന് ശേഷമുള്ളത്, ഇഷാക്ക് ശേഷമുള്ളൊക്കെ യാത്രക്കാരനാണെങ്കിൽ നബി ഒഴിവാക്കും, റവാത്തിബ് സുന്നത്ത്. എന്നാൽ അല്ലാത്ത സുന്നത്തുകൾ, നിരുപാധികളുള്ള സുന്നത്തുകൾ, തഹിയ്യത്ത്, അതുപോലെ തന്നെ വുദൂന് ശേഷമുള്ള സുന്നത്ത്, ഇതൊക്കെ അല്ലാത്ത സുന്നത്തുകളാണ്. ഇത് യാത്രയിലും നിർവഹിക്കുക എന്നുള്ളത് തന്നെയാണ് എന്ത്? സുന്നത്ത്. അപ്പൊ ദുഹാ നിസ്കാരവും യാത്രയിൽ നിർവഹിക്കുക എന്നുള്ളത് തന്നെയാണ് എന്ത്? സുന്നത്ത്. ദുഹാ നിസ്കാരം ഒഴിവാക്കണം എന്നുള്ള പ്രത്യേകമായിട്ടുള്ള ഒന്നും വന്നിട്ടില്ല. മാത്രമല്ല, നേരത്തെ നമ്മൾ പറഞ്ഞ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ ഹദീസ്, അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 8 റക്അത്ത് നിസ്കരിച്ചു എന്ന് പറഞ്ഞല്ലോ ദുഹാ. അത് ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ചിട്ടാണ്. അത് മക്കയിലാണ്. നബി മദീനയിൽ നിന്ന് മക്കയിലേക്ക്, മക്ക വിജയത്തിന്റെ സമയമാണ്. അപ്പോ നബി യാത്രക്കാരനാണ്, മദീനയിൽ നിന്ന് എങ്ങോട്ട് പോകുന്നതാണ്? മക്കയിലേക്ക് പോകുന്നതാണ്. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിലാണ്. ആ സമയത്താണ് നബി എന്ത് ചെയ്തത്? ഈ 8 റക്അത്ത് നിർവഹിച്ചിട്ടുള്ളത്. യാത്രയുടെ പരിധിയിലെ എപ്പോഴാണ് ഒരാൾ യാത്രക്കാരനാവുക, യാത്രക്കാരനല്ലാതിരിക്കുക? അതാണ് ചോദ്യം. എത്ര സമയമാണ് അതിന്റെ പരിധി എന്നുള്ളതാണ്. അല്ലെങ്കിൽ 2 അഭിപ്രായങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുക. ഒന്ന്, ഒരാൾ ഒരു ആവശ്യത്തിന് വേണ്ടി പോയി, ആ ആവശ്യം കഴിഞ്ഞ് മടങ്ങുന്നത് വരെ അയാൾ എന്താണ്? യാത്രക്കാരനാണ്. അത് ചിലപ്പോ 1 ദിവസമായിരിക്കാം, ചിലപ്പോൾ 6 മാസമായിരിക്കാം, ചിലപ്പോൾ 1 കൊല്ലമായിരിക്കാം. അപ്പൊ ആ 1 കൊല്ലം അയാൾ യാത്രക്കാരനാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അഭിപ്രായക്കാരനാണ്. എന്നാൽ രണ്ടാമത്തെ ഒരു അഭിപ്രായം ഇതാണ്, 4 ദിവസം. യാത്രക്കാരനാകുമ്പോൾ അയാൾ 4 റക്അത്ത് നിസ്കാരം എത്ര നിർവഹിക്കേണ്ടത്?
രണ്ടാക്കി നിർവഹിക്കുക എന്നുള്ളതാണ് സുന്നത്ത് അല്ലെ. യാത്രയിൽ 4 റക്അത്തുള്ളത് 2 റക്അത്തായിട്ട് നിർവഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും അഫ്ദൽ. അതാണ് നബിന്റെ സുന്നത്ത്. നബി യാത്രയിൽ എന്തായിരുന്നു, ഞാൻ ഉഷാറാണെന്ന് പറഞ്ഞ് 4 റക്അത്ത് പൂർത്തിയാക്കി നിസ്കരിക്കല്ല ചെയ്തിരുന്നത്. പിന്നെ 4 റക്അത്തുള്ളത് 2ആക്കി ചുരുക്കി നിർവഹിക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പൊ അവിടെ 4 ദിവസം എന്ന പരിധി പറഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്തല്ല, യാത്രക്കാരനല്ല. അപ്പൊ ഒരാൾക്ക് 4 ദിവസത്തിൽ കൂടുതൽ ഒരു സ്ഥലത്ത് നിൽക്കേണ്ടി വരുമെങ്കിൽ അയാൾ എന്ത് ചെയ്യുക, അതേ യാത്രയുടെ ഇളവുകൾ ഒഴിവാക്കുക എന്നൊക്കെ ഷെയ്ഖുമാർ പറഞ്ഞ, ഇബ്നു ബാസ് റഹിമഹുള്ളാഹ് അഭിപ്രായം പറഞ്ഞ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ അവസാനം പറഞ്ഞ മസ്അല ഇതാണ്, യാത്രയിൽ സുന്നത്ത് നിസ്കാരങ്ങൾ ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശം റവാത്തിബ് സുന്നത്ത് ഒഴിവാക്കുക എന്നതാണ്. അതിലും ഫജ്റിന്റെ സുന്നത്ത് എന്തുണ്ട്, യാത്രയിലും ഉണ്ട്. അതല്ലാത്ത റവാത്തിബ് സുന്നത്തുകൾ യാത്രയിൽ ഒഴിവാക്കുക എന്നുള്ളതാണ് സുന്നത്ത്. ഇനി ദുഹാ നിസ്കാരത്തിൽ ഉച്ചത്തിൽ ഓതണോ പതുക്കെ ഓതണോ? എങ്ങനെ ഓതണ്ട്? പതുക്കെ ഓതുക അല്ലെ. ഉച്ചത്തിൽ ഓതാം, പതുക്കെയും ഓതാം. ഏതാണ് സുന്നത്ത്? ഏതാണ്? പതുക്കെ ഓതുക എന്നുള്ളതാണ് സുന്നത്ത്. ഇപ്പോൾ ദുഹാ നിസ്കാരം, അതുപോലെ തന്നെ ദുഹർ, അസ്ർ, മഗ്രിബിന്റെ അവസാനത്തെ റക്അത്ത്, ഇശാഇന്റെ അവസാനത്തെ 2 റക്അത്തുകൾ, ഇതൊക്കെ പതുക്കെ ഓതുക എന്നുള്ളതാണ് സുന്നത്ത്. ഫജ്റിന്റെ 2 റക്അത്തുകൾ ഉറക്കെ ഓതുക എന്നുള്ളതാണ് സുന്നത്ത്. ഗ്രഹണ നിസ്കാരം അല്ലെ, സ്വലാത്തുൽ കുസൂഫ് അല്ലെങ്കിൽ സ്വലാത്തുൽ ഖുസൂഫ്, ചന്ദ്രഗ്രഹണം, സൂര്യഗ്രഹണം. സ്വലാത്തുൽ കുസൂഫ് വരിക പകലിലാണ്, ഖുസൂഫ് വരിക രാത്രിയാണ്. ചന്ദ്രഗ്രഹണം രാത്രി, സൂര്യഗ്രഹണം പകല്. അപ്പൊ സൂര്യഗ്രഹണത്തിൽ എങ്ങനെ ഓതേണ്ടത്? പതുക്കനാണോ ഉറക്കനാണോ? പകലാണ് നിസ്കരിക്കുന്നത്. ഇതില് സൂര്യഗ്രഹണ നിസ്കാരം നിർവഹിച്ചവരൊന്ന് കൈ എന്തിച്ചാണ്? ഗ്രഹണ നിസ്കാരം നിർവഹിച്ചവർ. ഓക്കെ, എന്താണ്, ആരെ നിർവഹിച്ചൊന്നുകൂടി? കുട്ടികളാരും നിർവഹിച്ചിട്ടില്ല. ഓക്കെ, ആ നിസ്കാരത്തിന്റെ പ്രത്യേകത എന്താണ്? എത്ര റക്അത്തുകളാണ്? 2 റക്അത്താണ് അല്ലെ. സാധാരണ 2 റക്അത്ത് പോലെയാണോ? അല്ല. എത്ര റുക്കുകൾ ഉണ്ട് ഒരു റക്അത്തിൽ? ഒരു റക്അത്തിൽ എത്ര റുക്കുകളുണ്ട്? ഓർമ്മ ഉണ്ടാവില്ല അല്ലെ. എപ്പോഴെങ്കിലും 4 കൊല്ലം കൂടുമ്പോൾ, 5 കൊല്ലം കൂടുമ്പോഴൊക്കെ, 10 കൊല്ലം കൂടുമ്പോഴൊക്കെയാണ് ഗ്രഹണസ്കാരം വരിക. അപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. ഒരു റക്അത്തിൽ 2 റുക്കുകളാണ്. അപ്പൊ 2 റക്അത്തിൽ 4 റുക്കുകൾ ഉണ്ടാകും ഗ്രഹണസ്കാരം ആകുമ്പോൾ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഗ്രഹണ നിസ്കാരത്തെ പറ്റിയിട്ടാണ് അല്ലേ. അപ്പൊ ആദ്യം തക്ബീർ ഇല്ല, ഫാത്തിഹ ഓതുക, സൂറത്ത് ഓതുക. അത് സുദീർഘമായ പാരായണാണ്. അതുപോലെ തന്നെ സുദീർഘമായ റുക്കുകൾ, സുദീർഘമായ സുജൂദുകൾ, അതൊക്കെയാണ് ഗ്രഹണ നിസ്കാരത്തിന്റെ ഒരു പ്രത്യേകത. അപ്പൊ റുക്കു കഴിഞ്ഞിട്ട് പിന്നെ സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ട് നേരെ എങ്ങോട്ട് പോവല്ല, സുജൂദിലേക്ക് പോവല്ല. വീണ്ടും ഓതുന്നു, പിന്നെ വീണ്ടും റുക്കു ചെയ്യുന്നു, വീണ്ടും സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുന്നു, പിന്നെ സുജൂദിലേക്ക് പോകുന്നു. അങ്ങനെയാണ് ഗ്രഹണസ്കാരത്തിന്റെ രൂപം വരെ. ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് നമുക്ക് വേറൊരു സന്ദർഭത്തിൽ പഠിക്കാം. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. അപ്പൊ അവിടെ ഗ്രഹണസ്കാരം പകലാണ് നടക്കുക, സൂര്യഗ്രഹണം പകലാണല്ലോ. അപ്പൊ അവിടെ എങ്ങനെ ഉച്ചത്തിലാണ് പാരായണം ചെയ്യേണ്ടത്? കാരണം നബി അവിടെ ഉച്ചത്തിലാണ് പാരായണം ചെയ്തത്. ജുമാ നിസ്കാരം പകലാണ് നടക്കുന്നത്, പാരായണം എങ്ങനെയാണ്? ഉച്ചത്തിലാണ്. അപ്പൊ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിർവഹിച്ചോ അങ്ങനെ നിർവഹിക്കുക എന്നുള്ളതാണ്. എന്താ ഇപ്പൊ ളുഹർ പതുക്കനെ ഓതുന്നു, മഗ്രിബ് ഉറക്കനെ ഓതുന്നു, ഇശാ ഉറക്കനെ ഓതുന്നു, അസ്ർ പതുക്കനെ ഓതുന്നു ചോദിച്ചാൽ അതങ്ങനെയാണ്. എന്താ കാരണം വെച്ചാൽ നബി അങ്ങനെയാണ് ചെയ്തത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടത് അങ്ങനെയാണ്. അത് നമ്മൾ അങ്ങനെ ഫോളോ ചെയ്യുന്നു. എൻ്റെ എല്ലാത്തിൻ്റെയും യുക്തിയും ഹിക്മത്തും എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് അറിയാൻ പറ്റൂല. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഹിക്മത്ത് ഉറപ്പിച്ച് പറയാൻ ആ വിഷയത്തിൽ വന്നിട്ടും ഇല്ല എന്നുള്ളതാണ്. പതുക്കെ നോക്കുക, അറിയില്ല, അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ എന്നുള്ള അറിയില്ല. അപ്പൊ ഏതായാലും ദുഹാ നിസ്കാരത്തെ നമ്മൾ എങ്ങനെ ഓതണം? പതുക്കെ ഓതുക എന്നുള്ളതാണ് സുന്നത്ത്. ഒരാൾ ഉറക്കനെ ഓതിയാൽ നിസ്കാരം ബാത്തിലാവുക, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഈ നിസ്കാരങ്ങളിൽ ഉറക്കം ഓതുക, പതുക്കെ ഓതുക എന്നുള്ള എന്താണ്? സുന്നത്താണ്. ഏത് നിസ്കാരമായാലും. ഇപ്പോൾ ഒരാൾ ഇശാക്ക് ഇമാം നിൽക്കുകയാണ്, ഇമാം നിൽക്കുന്ന സമയത്ത് മൂപ്പര് എന്ത് ചെയ്തു? തക്ബീർ അല്ലി, ബാക്കിൽ നിൽക്കുന്ന ഒന്നും കേൾക്കുന്നില്ല, മൂപ്പര് പതുക്കനെ ഓതുകയാണ്. അപ്പൊ അവിടെ എന്താണ്? അത് സുന്നത്ത് നഷ്ടപ്പെടുകയാണ്, കൂലി നഷ്ടപ്പെടുന്നു. സുന്നത്ത് അതിന്റെ നേരെ വിപരീതമാണ്. ഉറക്കനെ ഓതുക എന്നുള്ളതാണ് എന്ത്? സുന്നത്ത്. എന്നാൽ ഉറക്കനെ ഓതിയിട്ടില്ല എന്നതുകൊണ്ട് അത് അയാളുടെ നിസ്കാരത്തെ ബാധിക്കുന്നില്ല. അയാളുടെ നിസ്കാരം ബാത്തിലാണ്, നിസ്കാരം സ്വീകാര്യമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഒരാൾ ദുഹറിന് ഉറക്കനെ ഓതിയോണ്ട് എന്ത് ചെയ്യില്ല, നിസ്കാരം ബാത്തിലാന്ന് പറയാൻ പറ്റൂല. ഈ പതുക്കനെ ഓതുന്ന നിസ്കാരങ്ങളിൽ പതുക്കെ ഓതുക എന്നുള്ളത് സുന്നത്താണ്. ഉറക്കെ ഓതുന്ന, ഉച്ചത്തിൽ ഓതുന്ന നിസ്കാരങ്ങളിൽ ഉച്ചത്തിൽ ഓതുക എന്നുള്ളത് സുന്നത്താണ്. ഒരു സുന്നത്ത് നഷ്ടപ്പെടുത്തി എന്നതുകൊണ്ട് എന്താവില്ല, നിസ്കാരം ബാത്തിലാവില്ല, എന്നാൽ ആ കൂലി അവർക്ക് കിട്ടൂല. ഒരാൾ ബോധപൂർവം ദുഹറിനോട് ഉറക്കനെ ഓതുകയാണ്, ശരിയാണോ? ശരിയല്ല. നിസ്കാരം ബാത്തിലാവോ? ബാത്തിലാവില്ല, എന്നാൽ അവർക്ക് ആ കൂലി നഷ്ടപ്പെട്ടു. അപ്പൊ അത് ചെയ്യാൻ പാടില്ല. സുന്നത്ത് നേരെ വിപരീതമാണ്. അപ്പോൾ ദുഹാ നിസ്കാരവും അതുപോലെ പതുക്കെയാണ് ഓതേണ്ടത്, ഉച്ചത്തിലല്ല, പതുക്കെ ഓതുക എന്നുള്ളതാണ്
സുന്നത്ത്. ഇനി ദുഹാ നിസ്കാരവുമായി ബന്ധപ്പെട്ട അടുത്തൊരു മസ്അല, ജമാഅത്തായിട്ട് നിർവഹിക്കാൻ പറ്റുമോ ദുഹാ നിസ്കാരം? എന്താ നിങ്ങളുടെ അഭിപ്രായം? നിർവഹിക്കാൻ പറ്റുമോ? തീരെ പറ്റൂല. ഇടയ്ക്കൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ജമാഅത്തായിട്ട് നിർവഹിക്കാം, എപ്പോഴെങ്കിലൊക്കെ. അത് പതിവാക്കാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തിട്ടില്ല, അങ്ങനെ സുന്നത്ത് നിസ്കാരങ്ങൾ പതിവായിട്ട് ജമാഅത്തായിട്ട് നിർവഹിച്ചിട്ടില്ല. ഇപ്പൊ റമളാനിലല്ലാത്ത സമയത്ത് രാത്രി നിസ്കാരം നബി നിർവഹിച്ചിട്ടുണ്ടല്ലോ. അത് ജമാഅത്തായിട്ട് നബി നിർവഹിച്ച സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ നബി വീട്ടിൽ വെച്ച് നിർവഹിക്കുന്ന സമയത്താണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബിന്റെ കൂടെ വന്ന് നിൽക്കുന്നത്. അപ്പൊ നബിന്റെ ഇടതു ഭാഗത്ത് വന്ന് നിന്നത്. നബി പിടിച്ചിട്ട് എന്ത് ചെയ്തു, വലതു ഭാഗത്ത് നിർത്തി. അല്ലെ, ഒരേ സൊഫിൽ രണ്ടാൾക്കാർ നിസ്കരിക്കുമ്പോ എങ്ങനെ നിൽക്കേണ്ടത്? ഒരേ സൊഫിലാണ് നിൽക്കേണ്ടത്. നമ്മൾ നാട്ടിൽ സാധാരണ കാണുന്നത് ഇമാം കുറച്ച് മുമ്പിലും മാമൂം കുറച്ച് ബാക്കിലായിട്ടാണ് നിൽക്കുക. അതിനെന്തില്ല, ഹദീസിൽ തെളിവൊന്നുമില്ല. ഹദീസിൽ തെളിവുള്ളത് ഇമാമും മാമൂം എന്ത് ചെയ്യണം, ചേർന്ന് നിൽക്കണം, ഒരേ സൊഫിൽ നിൽക്കണം എന്നുള്ളതാണ്. അപ്പൊ ഒരേ സൊഫിലാണ് രണ്ടാൾക്കാരാണ് നിസ്കരിക്കുന്നതെങ്കിൽ നിൽക്കേണ്ടത്. അങ്ങനെയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി പിടിച്ചു നിർത്തുന്നത്. അങ്ങനെ അത് ശരിയല്ല. അതെന്താ, നമ്മള് കൂടെ ഉണ്ട് എന്നുള്ള അവർക്ക് അറിഞ്ഞാൽ മതി. ഒരാളും കൂടി വന്നിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടുമല്ലോ. അത് പിടിച്ച് വലിക്കേണ്ട തോണ്ടേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് അറിഞ്ഞാൽ മതി ഒരാൾ കൂടി വന്നിട്ടുണ്ട് അറിയുമ്പോൾ എന്ത് ചെയ്യുക, ബാക്കിലേക്ക് ഇറങ്ങിക്കുക, അല്ലെങ്കിൽ ഇമാം എന്ത് ചെയ്യുക, മുന്നോട്ട് ഇറങ്ങിക്കുക. ഇമാമ പിന്നെ മറയുടെ അടുത്ത് നിൽക്കുമ്പോൾ പിന്നെ മുന്നോട്ട് കയറിക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യുക, കൂടെ നിൽക്കുന്ന ആള് പിന്നോട്ട് ഇറങ്ങിക്കുക. അവിടെ തോണ്ടലോ അല്ലെങ്കിൽ കുപ്പായം പിടിച്ച് വലിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല, ചെയ്യരുത്, അത് ഒഴിവാക്കാണ് വേണ്ടത്. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഹുദൈഫ റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ അങ്ങനെ നബിന്റെ കൂടെ സുന്നത്ത് നിസ്കാരങ്ങൾ ജമാഅത്തായിട്ട് നിർവഹിച്ച റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ചില സമയത്ത് എന്ത് ചെയ്യാം, വേണമെങ്കിൽ അങ്ങനെ നിർവഹിക്കാം. അപ്പൊ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വല്യുമ്മ മുലൈക്ക റളിയല്ലാഹു അൻഹ, അവരൊരിക്കൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നബിയെ വീട്ടിലേക്ക് വിളിച്ചു. അങ്ങനെ നബി ക്ഷണം സ്വീകരിച്ചു, വീട്ടിൽ വന്നു, ഭക്ഷണം കഴിച്ചു. എന്നിട്ട് നബി പറയുന്നുണ്ട്, ഞാൻ ഇമാമുക്ക് ഞങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ പിന്നെ നിന്നിട്ട് നമുക്ക് നിസ്കരിക്കാം. സുന്നത്ത് നിസ്കാരമാണ്, വേറെ നിസ്കാരമല്ല. അങ്ങനെ ഇമാം എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവരൊരുമിച്ച് നിസ്കരിക്കാൻ നമുക്ക് കാണാൻ പറ്റും. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വീട്ടിലെ പായ പഴയ പായയാണ്, അതൊക്കെ കളറൊക്കെ മാറിയിട്ടുണ്ട്. എന്നിട്ട് അവിടെ കുറച്ച് വെള്ളമൊക്കെ കുറഞ്ഞിട്ട് നബിയും സ്വഹാബിമാരും ഇങ്ങനെ ഒരുമിച്ച് നിസ്കരിക്കാൻ നമുക്ക് ഹദീസിൽ കാണാം. അവിടെ നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ നബി ഇമാം നിൽക്കുന്നു, അനസ് റളിയല്ലാഹു അൻഹുവും അനസ് റളിയല്ലാഹു അൻഹു കൂടെ ഒരു ചെറിയ കുട്ടിയുണ്ട്, ഒരു യതീമായ കുട്ടിയുണ്ട്. അവര് ഒരു സൊഫിൽ, വല്യുമ്മ പിറകിലെ സൊഫിൽ. ആര് കൂടെ അല്ല, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അല്ല നിൽക്കുന്നത്. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. വീട്ടിൽ വെച്ചിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ സംഭവം നമ്മൾ ഭാര്യയും ഭർത്താവും ആയിരിക്കും, അല്ലെങ്കിൽ ഉമ്മയും മകനും ആയിരിക്കും, അല്ലെങ്കിൽ വല്യുമ്മയും പേരക്കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ ആങ്ങളെയും പെങ്ങളൊക്കെ ആയിരിക്കും. എന്നാൽ ആണുങ്ങളും പെണ്ണുങ്ങളും എന്ത് ചെയ്യാൻ പാടില്ല, ഒരേ സൊഫിലല്ല നിൽക്കേണ്ടത്. ഒരാളെ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഭാര്യ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളാണ് ഇമാമ്, നമ്മൾ മുമ്പിൽ നിൽക്കുക, ഭാര്യ പിന്നിൽ നിൽക്കുക. അല്ലെങ്കിൽ ഇപ്പോ ജ്യേഷ്ഠനുണ്ട് വീട്ടിൽ, ജ്യേഷ്ഠൻ ഇമാം നിൽക്കുന്നു, പിന്നിൽ അനിയനുണ്ട്, ഉമ്മയുണ്ട്. അവരെങ്ങനെ നിൽക്കേണ്ടത്, ഉമ്മയും അനിയനും ഒരു സൊഫിലാണ് നിൽക്കേണ്ടത്? അല്ല, അനിയൻ എന്ത് ചെയ്യുക, ജ്യേഷ്ഠന്റെ കൂടെ നിൽക്കുക, ഉമ്മ പിന്നിൽ നിൽക്കുക. ആണുങ്ങളും പെണ്ണുങ്ങളും എന്ത് ചെയ്യരുത്, ഒരേ സൊഫിൽ നിന്നിട്ട് നിസ്കരിക്കരുത്. ഇപ്പൊ ഈ ഹദീസിൽ മുലൈക്ക റളിയല്ലാഹു അൻഹയുടെ ഹദീസ്, അനസ് റളിയല്ലാഹു അൻഹു വീട്ടിൽ വെച്ച് നബി നിർവഹിക്കുന്ന നിസ്കാരത്തിൽ ആ രൂപം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഉമ്മയും മകനും ആയിരിക്കും, ഭാര്യയും ഭർത്താവും ആയിരിക്കും, ആങ്ങളെയും പെങ്ങളെയും ആയിരിക്കും. എന്നാൽ എന്ത് ചെയ്യുക, രണ്ടാളും രണ്ട് സൊഫിലായിട്ട് തന്നെയാണ് നിൽക്കേണ്ടത്. ആണും പെണ്ണും ഒരുമിച്ചല്ല നിൽക്കേണ്ടത്. അതും കൂടി നമ്മൾ ആ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പാടാണ്. അപ്പോൾ ദുഹാ നിസ്കാരം ഇടയ്ക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ജമാഅത്തായിട്ട് നിർവഹിക്കാം. അതെന്ത് ചെയ്യാൻ പാടില്ല, പതിവാക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തെ ഒരു രീതി നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. എന്നാൽ സുന്നത്ത് നിസ്കാരങ്ങൾ ചില സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ജമാഅത്തായിട്ട് നിർവഹിച്ചത് നമുക്ക് കാണാം. പിന്നെ ദുഹാ നിസ്കാരത്തിന് ശേഷം പ്രത്യേകമായി എന്തെങ്കിലും ദിക്ർ ചൊല്ലാനുണ്ടോ? സുന്നത്ത് നിസ്കാരത്തിന് ശേഷം ഉണ്ടോ? ഇല്ല, നമ്മൾ പറഞ്ഞു സുന്നത്ത് നിസ്കാരത്തിന് ശേഷം എന്തില്ല. അപ്പൊ അസ്തഗ്ഫിറുല്ലാഹ് 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 അല്ലേ, അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് അല്ലാഹുമ്മ അൻതസ്സലാം മിൻകസ്സലാം. ഇതൊക്കെ നമ്മൾ ഫർള് നിസ്കാരത്തിന് ശേഷം ചൊല്ലും. സുന്നത്ത് നിസ്കാരത്തിന് ശേഷം ഇതൊന്നും ഇല്ല. സുന്നത്ത് നിസ്കാരത്തിന് ശേഷം ഒരാൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് ചൊല്ലേണ്ട ആവശ്യമില്ല. കാരണം നബിയും സ്വഹാബിമാരും എന്ത് ചെയ്തിട്ടില്ല, അങ്ങനെ സുന്നത്ത് നിസ്കാരത്തിന് ശേഷം ചൊല്ലിയിട്ടില്ല. അതൊക്കെ ഫർള് നിസ്കാരത്തിന് ശേഷമാണ് ചൊല്ലിയിട്ടുള്ളത്. സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം പ്രത്യേകമായ ദിക്റുകൾ വന്നത് രണ്ട് നിസ്കാരങ്ങളിലാണ്. ഒന്ന് റമളാനിലൊക്കെ നമ്മൾ കാണുന്ന പോലെ വിത്ർ നിസ്കാരം. അത് റമളാനിൽ മാത്രമല്ല, അല്ലാത്ത സമയത്തും. പിന്നെ നമുക്ക് രാത്രി നിസ്കാരം എന്നുള്ള റമളാനിൽ മാത്രം ആയതുകൊണ്ട് ഉള്ളൊരു പ്രശ്നമാണ്. അപ്പോ അവിടെ എന്താണ്, സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ചൊല്ലിയിരുന്നു. 3ാമത്തെ തവണ ശബ്ദം ഉയർത്തി ഒന്ന് നീട്ടിയിട്ടായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയിരുന്നത്. സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന് ശബ്ദം ഉയർത്തി ചൊല്ലിയിരുന്നു എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തേതാണ് ദുഹാ നിസ്കാരത്തിന് ശേഷമുള്ള ദിക്ർ. അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 100 തവണ ചൊല്ലിയിരുന്നു എന്ന് ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം. അല്ലാഹുമ്മ ഗഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുവേ, നീ എനിക്ക് പുറത്തു തരണമേ, എന്റെ തൗബ നീ സ്വീകരിക്കണമേ. ഇന്നക അൻത തവ്വാബുർ റഹീം, നീ അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്, നീ അങ്ങേയറ്റം കാരുണ്യം കാണിക്കുന്നവനാണ്. ഈ ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹാ നിസ്കാരത്തിന് ശേഷം 100 തവണ ചൊല്ലിയതായിട്ട് ഇമാം ബുഖാരി റഹിമഹുല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
അത് ഇമാം ബുഖാരി റഹിമുള്ള അദ്ദേഹത്തിന്റെ അൽ അദബുൽ മുഫ്രദ് എന്ന ഹദീസ് ഗ്രന്ഥത്തിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരിയും അദബുൽ മുഫ്രദും തമ്മിൽ മാറ്റമുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹിമുല്ലാഹു തആല നിബന്ധന വെച്ചിട്ടുണ്ട്, ഞാൻ സ്വഹീഹായ ഹദീസ് മാത്രമേ ഉദ്ധരിക്കുള്ളൂ എന്ന്. എന്നാൽ അദബുൽ മുഫ്രദിന്റെ കാര്യത്തിൽ എന്ത് ചെയ്തിട്ടില്ല, ആ നിബന്ധന ഇമാം ബുഖാരി റഹിമുല്ലാഹു തആല വെച്ചിട്ടില്ല. അപ്പൊ അതിൽ സ്വഹീഹ് ഉണ്ടാകും, ദ്വഈഫ് ഉണ്ടാകും. അപ്പൊ പിന്നെ സനദ് നോക്കിയിട്ട് എന്ത് ചെയ്യണം, പരിശോധിക്കുകയാണ് വേണ്ടത്. അപ്പൊ അദബുൽ മുഫ്രദിലാണ് ഈ ഒരു ദിക്ർ വന്നിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് ദുഹാ നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ചില മസാലകൾ. എല്ലാ മസാലകളും നമ്മൾ പറഞ്ഞിട്ടില്ല, അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത്. അപ്പോൾ കുറെ ശ്രേഷ്ഠതകൾ ഇപ്പം എന്ത് ചെയ്തു, ദുഹാ നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ പഠിച്ചു അല്ലെ. എത്ര റക്കാത്താണ്, അതിൽ പ്രത്യേകമായിട്ട് ഓതേണ്ടതുണ്ടോ ഓതേണ്ടതില്ലേ, അല്ലെ അതിന്റെ സമയം ഏതാണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇത് പഠിച്ചത് ഉപകാരപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം, അത് നിസ്കരിക്കണം. അല്ലാതെ ദുഹാ നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത കുറെ പഠിച്ചു വെച്ചോന്നുള്ളത് കാര്യമില്ല, ഈ ഇൽമു കിട്ടിയോണ്ട് കാര്യമില്ല. ഇൽമുൻ നാഫിഅ, ഒരു കാര്യം ഉപകാരപ്രദമായ അറിവാകണമെങ്കിൽ എന്ത് വേണം, അതിന്റെ റിസൾട്ട് കാണണം. എന്താ ഇൽമിന്റെ റിസൾട്ട് എന്താണ്, അമലാൻ. സമറത്തുൽ ഇൽം അൽ അമൽ. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് ഒരു ചെറിയ പുസ്തകമുണ്ട്, ആ പുസ്തകത്തിന്റെ പേരതാണ് സമറത്തുൽ ഇൽം. ഇൽമിന്റെ പഴം അല്ലെങ്കിൽ ഇൽമിന്റെ റിസൾട്ട് അതെന്താണ്, അൽ അമൽ, കർമ്മങ്ങളാണ്. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് എന്ത് ചെയ്യുക, ഇതിന്റെ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റുക. അപ്പോൾ വളരെ സിമ്പിളാണ്. ഈ 2 റക്അത്ത് എന്ന് പറഞ്ഞാൽ ഒരു 3-4 മിനിറ്റ് മതി നമുക്ക് നിസ്കരിക്കാൻ. അതൊരു ശീലമാക്കിയിട്ട് നമ്മൾ കൊണ്ട് നടക്കണം. അതൊക്കെ വളരെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. ഓരോ റുക്കൂഉം ഓരോ സുജൂദും വിലപ്പെട്ടതാണ്. അത് നമുക്ക് ശരിക്ക് ബോധ്യപ്പെടും. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. അപ്പോൾ ആ ദിവസത്തിന് വേണ്ടി എന്ത് ചെയ്യുക, നമ്മൾ നന്നായിട്ട് ഒരുങ്ങുക, വിഭവങ്ങൾ ഒരുക്കുക.